ഇന്ന് ഞാൻ പൂരിയും ചന്നയും ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മാവ് ഞാൻ 1.25 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് ഇനി പോയി കുഴച്ചിട്ട് കൊണ്ടുവരാം. കുറച്ച് അജ്വൻ വയറ് അപ്സെറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അജ്വൻ ഇട്ടു. കുഴക്കിയാണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കുഴച്ച് എടുത്ത് വയ്ക്കും. അപ്പോഴേക്കും നമുക്ക് കഴുകി സോക്ക് ചെയ്ത് വെച്ച ചെന്നയാണ്. ഇതിനി വേവിച്ച് എടുത്ത് വരാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് സ്റ്റീം വന്നതിന് ശേഷം 5 മിനിറ്റ് ഇതാക്കണം. അതിന് വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളാണിത്: തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി കുറച്ച് ജീരകം ഒരു തവയിലിട്ടിട്ട് ചൂടാക്കണം. അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ട് ജീരകം വറുത്തു. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലൊന്ന് അരക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പുളി ഇടണം, കുറച്ച് ജീരകം വറുത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. തക്കാളിയെ വെങ്കായം ഇടുക. അതിന് ശേഷം മല്ലിപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, നമ്മൾ അരച്ച് വെച്ച മസാല ഇടും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെന്ന ചേർത്ത് ഉപ്പിടുക. ആഡ് ചെയ്യുക. ഇവിടെ പൊടിയാണുള്ളത്, അതുകൊണ്ട് പൊടി. അതിനുശേഷം കുറച്ച് അരിഞ്ഞു വെച്ച ഉള്ളി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, കുറച്ച് കൊത്തമല്ലി, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് മുടി വയ്ക്കുകയാണ്. എന്നതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചെന്ന മസാല റെഡി. അതിനുശേഷം ഇതിൽ കട്ട് ചെയ്ത ലെമൺ വയ്ക്കും. അങ്ങനെ നമ്മുടെ സൂപ്പർ ചെന്ന മസാല റെഡി. ഇത് നമുക്ക് പാത്രത്തിൽ എടുത്തേക്കാം. ഓരോരോ ഉരുളയാക്കിയിട്ട് ചെറിയ ചെറിയ റൗണ്ടാക്കി പരത്താൻ തുടങ്ങാം. അങ്ങനെ നമുക്ക് പൂരി ചുട്ട് തുടങ്ങാം.
എണ്ണ ചൂടായി അതിൽ പൂരി ഇട്ടിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് നല്ല ബബിൾസ് പോലെയുള്ള പൂരി റെഡി.